കസേര തർക്കത്തിനൊടുവിൽ കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവിയെ നിയമിച്ചു. നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായും നിയമിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റദ്ദാക്കിയ ആരോഗ്യവകുപ്പിലെ സ്ഥലം മാറ്റത്തിലാണ് പുതിയ ഉത്തരവ് ഉണ്ടായത്. കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ശരിയാണ്. ബെൻസൺ, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അടക്കം വലിയ ചർച്ചയ്ക്കും തർക്കത്തിനൊക്കെ കാരണമായ ഒരു കേസിനൊടുവിൽ പരിസമാപ്തി. രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു ഈ DMOമാരുടെ സ്ഥലമാറ്റം. അതിൽ തന്നെ കോഴിക്കോട് DMO ആയി രണ്ടുപേർ ഒരേ സമയം എത്തിച്ചേരുകയും അവിടെ കസേര വിട്ടുകൊടുക്കാതെ ഉണ്ടായിരുന്ന കുറെ നാടകീയ രംഗങ്ങളെല്ലാം തന്നെ അന്ന് വലിയ ചർച്ചയാവുകയും വിവാദങ്ങളാവുകയും ചെയ്തതായിരുന്നു. ഇത് ഈ ഒരു സംഭവം സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 9-ാം തീയതി സംസ്ഥാനത്തെ 9-ലധികം വരുന്ന DMOമാർക്ക് സ്ഥലമാറ്റ ഉത്തരവ് വരുന്നു. അതിൽ കോഴിക്കോട് നിന്നുള്ള രാജേന്ദ്രൻ അടക്കം ഈ ആശാദേവി അടക്കം നിരവധി 9 DMOമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് വരുന്നു. അതിന് പ്രകാരം ഡോക്ടർ ആശാദേവി എറണാകുളത്ത് DMO ആയിരുന്നു. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് സ്ഥലമാറ്റ ഉത്തരവ് പ്രകാരം കോഴിക്കോട് DMOയെ ചുമതലയേക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തുന്നു. എന്നാൽ അവിടെ കോഴിക്കോട് DMO ആയി ഉണ്ടായിരുന്ന ഡോക്ടർ N രാജേന്ദ്രൻ അദ്ദേഹം സ്ഥലം മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ട്രിബ്യൂണൽ ഉത്തരവ് ഡോക്ടർ രാജേന്ദ്രന് അനുകൂലമായി വരുന്നു. അങ്ങനെ 2 DMOമാർ ഒരേ സമയം കോഴിക്കോട് DMO ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് DMO ഈ ആശാദേവി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ വിവിധ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഡോക്ടർ ആശാദേവിയെ തന്നെ കോഴിക്കോട് DMO ആയി നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ N രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ ട്രിബ്യൂണൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈ സ്ഥലമാറ്റം ലഭിച്ച ഡോക്ടർമാർ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി നടപടി സ്വീകരിക്കുന്ന ഈ ഡോക്ടർമാരുടെ ഭാഗം കേൾക്കാതെയാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് ഉണ്ടായത് എന്ന ഒരു ആരോപണമായിരുന്നു ഡോക്ടർമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമാറ്റ ഉത്തരവ് ഹൈക്കോടതി തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീടാണ് ഇപ്പോൾ വീണ്ടും സ്ഥലമാറ്റ ഉത്തരവ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവിൽ ഒരാളുടെ സ്ഥലം മാറ്റം മാത്രം റദ്ദാക്കിയാണ് പുതിയ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ DMO ആയി കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവി അടുത്ത ദിവസം തന്നെ ചുമതലയേൽക്കും. രുചി. ശരി ബെൻസൺ.